അല്ല സാറേ, എന്റെ മോന്റെയും മോളെയും പൊരുത്തം അടിച്ചു വന്നിരിക്കുന്നു. അയ്യോ അമ്മവാ, എന്നോട് ക്ഷമിക്കുക. ഇവന് പണി അറിയില്ല, ദാരിദ്ര്യം കാരണം പിടിച്ചു നിർത്തിയതാ. അമ്മാവൻ വിഷമിക്കണ്ട. അമ്മാവന്റെ മകൻ ഒരു പെണ്ണിനെയും മകൾക്ക് ഒരു ആണിനെയും ഞാൻ കണ്ടുപിടിച്ചു തരും. അമ്മ പോയിട്ട് നാളെ വന്നേ. എടാ തെണ്ടി, ശമ്പളം തരാതിരുന്നിട്ട് നീ എന്താടാ നന്നാവാത്തെ? ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് മാന്യമായി പെരുമാറണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? നീ ഇത് പൂട്ടിച്ചേ അടങ്ങുള്ളോടാ. ഞാനുള്ളതുകൊണ്ട് ആശാൻ ഈ ബ്യൂറോ നടത്തിക്കിട്ട് പോണത്. പൂട്ടിയിട്ടേ അടങ്ങുള്ളു പോലും. ഇഷ്ടമല്ലെങ്കിൽ പല ഞാനങ്ങ് പോയേക്കാം. എടാ, എനിക്കൊരു കഷ്ടത വരുമ്പോഴാണോ നീ എന്നെ ഇട്ടേച്ച് പോകുന്നത്? കഷ്ടതയോ? ആ ത്രേസി എനിക്കിട്ട് പാര വെക്കുവാടാ. അമേരിക്കൻ അമ്മായിയുടെ ബംഗ്ലാവില് ജപ്പാൻ നാണിന്ന് ഒരു അടുക്കള പണിക്കാരിയെ കൊണ്ട് കൊടുത്തിരിക്കുന്നു. അതിന് നമുക്കെന്താ? അടുക്കള പണിയിൽ ആശാന് നോട്ടമുണ്ടോ? എടാ ഫൂളെ, ജപ്പാൻ നാണിയുടെ മെയിൻ ജോലി അടുക്കള പണി അല്ല. ഞാൻ എന്ത് അമ്മായിയോട് സംസാരിച്ചാലും അടുത്ത നിമിഷം നാണി അറിയും, അത് ത്രേസിയോട് പറയും. ഈ ത്രേസിയുടെ സ്പൈയാണ് നാണി. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നാ ആശാൻ നോക്കിക്കോ, നാണിയെ നാണിപ്പിക്കാനുള്ള സ്പൈ വർക്ക് നമുക്ക് നടത്താം, സ്കോട്ട്ലാൻഡിലെ സീഡികളെ പോലെ. അതെങ്ങനാടാ? ആശാ ഞാൻ പറയുന്ന സെറ്റപ്പ് ഉണ്ടാക്കി തരുവോ? ഓ, ശമ്പളത്തിൽ 500 രൂപ കൂടി ഞാൻ പിടിച്ചിരിക്കുന്നു. ഇതെവിടുന്ന് കയറുമെന്ന് പറഞ്ഞ പുതിയതായി കൊച്ചമ്മ നിയമിച്ചിരിക്കുക. കൊച്ചമ്മ നിയമിച്ചതോ? എപ്പോഴായി അത്ഭുതം നടന്നത്? അമ്മാവൻ എസ്റ്റേറ്റ് പോയിരുന്ന സമയത്താ ഇവിടെ വരുന്ന ഗസ്റ്റുകളെല്ലാം സ്വീകരിക്കാനാ എന്നെ നിയമിച്ചിരിക്കുന്നത്. ന്യൂ വെയിറ്റർ. വെയിറ്ററായി നിന്നെ കണ്ടിട്ട് യാതൊരു വെയിറ്റും തോന്നുന്നില്ലല്ലോടാ. കൂടിയാൽ 35 കിലോ കാണും. എന്തുകൊണ്ടാ അതിന്റെ പേര്? എനിക്ക് വെയിറ്റ് ഇല്ലെങ്കിലും എന്റെ പേരിന് വെയിറ്റ് ഉണ്ട്. കുങ്ഫു കുട്ടപ്പൻ. ഞാൻ ഹോങ്കോങ്ങിലായിരുന്നു. ഓ, ഹോങ്കോങ്ങും ജപ്പാനും ഒക്കെ ചേർന്ന് ഈ ബംഗ്ലാവ് മുടിക്കുമെന്നാ തോന്നുന്നേ. അമ്മാവൻ ചൂടാകല്ലേ, വെയിലത്തുനിന്ന് വന്നേലേ, കൂൾ ഡ്രിങ്ക്സ് കുടിച്ചൊന്ന് കൂളാകണം. കേശനായർ വന്നോ? അല്ല, ഇവനെ ആരും കൊണ്ടുവന്നതാ? ആ സുഗുണൻ പാവമാ, നിന്നോട്ടെ. എടാ, ആ ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് കൂൾ ഡ്രിങ്ക്സ് കൊണ്ട് കൊടുക്കാൻ പോവുമായിരുന്നു. അപ്പോഴാ അമ്മാവൻ. ആ, എസ്റ്റേറ്റിൽ പോയ കാര്യം എന്തായി? പറഞ്ഞ അയച്ച എമൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ, വരൂ. ഉത്സവ കമ്മിറ്റിക്കാരി പോയോ? ഞാൻ അത്രയ്ക്ക് ലേറ്റായോ? എടോ വാലിമാക്രി, താനെന്താ ഇവിടെ? ന്യൂ കമറാ. ന്യൂ കമറോ? അതോ സുഗുണന് വേണ്ടി ന്യൂസ് പിടിക്കാൻ വന്ന കള്ള കാഫറോ? എങ്ങനെ ധരിച്ചാലും എനിക്ക് നോ ഒബ്ജക്ഷൻ. എനിക്കിട്ട് പാര വെക്കാൻ ശ്രമിച്ചാ നീ ബാർബർ ഷോപ്പിലെ കട്ടർ കുട്ടപ്പനാണെന്ന് ഞാൻ അമ്മായിയോട് പറഞ്ഞു കൊടുക്കും. പറഞ്ഞോ. കട്ടപ്പന കള്ള് ഷാപ്പിലെ കറിക്കച്ചവടക്കാരി നാണിയാണ് ഈ ജപ്പാൻ നാണിയെന്ന് ഞാനും പറഞ്ഞു കൊടുക്കും. അയ്യോ, എന്തിനങ്ങനെയൊക്കെ പറയണേ? അപ്പൊ പറയണ്ടേ? വേണ്ട. അരവും തമ്മിൽ ഒരയ്ക്കണ്ട, കിന്നരമാവും. അതെ, എനിക്കറിയാം. വെയിലത്തുനിന്ന് വന്നല്ലേ, കൂൾ ഡ്രിങ്ക്സ് കുടിച്ചോ, തണുക്കട്ടെ. കമ്പനിക്ക് പറഞ്ഞാൽ ഞാനും കുടിക്കാം. പിടിച്ചോളൂ. സുഗണൻ ഹിയർ. ആശാൻ, ഇത് ഞാനാ, കുങ്ഫു കുട്ടപ്പൻ. കുട്ടപ്പനോ? എന്തൊക്കെയാണ്ടാ വിശേഷം? ത്രേസ്യ വന്ന് അമ്മായിയും കൂട്ടിക്കൊണ്ട് പെണ്ണ് കാണാൻ പോയിരിക്കുക. എവിടേക്കാടാ പോയിരിക്കുന്നേ? കോയിക്കൽ തമ്പിയുടെ മകളെ കാണാനാ. ഇപ്പൊ പോയതേ ഉള്ളൂ. തിരിച്ചോട്ടടാ, അവരവിടെ ചെല്ലുന്നതിന് മുമ്പ് കോയിക്കലേക്ക് എന്റെ പാര പാസ് ചെയ്തിരിക്കും. ഫോണിൽ കൂടെ പാര വയ്ക്കുമെന്നോ? അതേടാ, ഈ സുഗുണന്റെ ഫോൺ പാരയ്ക്ക് എത്ര ശക്തി ഉണ്ടെന്ന് ഇന്ന് ത്രേസ്യ മനസ്സിലാക്കും. ഈ കോയിക്ക തറവാടിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ത്രേസി എന്നോട് പറഞ്ഞു. കേട്ടപ്പോ തൃപ്തി തോന്നിയത് കൊണ്ടാ ഞാൻ ഇന്ന് എന്നെ പെണ്ണ് കാണാൻ ഇറങ്ങി പുറപ്പെട്ടത്. അമ്മായിയെ കുറിച്ചും മകനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞാൻ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരേ ഒരു മകളേ ഉള്ളൂ, ആവശ്യത്തിൽ കവിഞ്ഞ സ്വത്തുക്കളും ഉണ്ട്. പയ്യൻ അമേരിക്കയിൽ ഉദ്യോഗസ്ഥനായതുകൊണ്ടാ ഞങ്ങൾക്ക് ഇതിൽ താല്പര്യം ഉണ്ടായത്. എന്റെ മകന്റെ ഭാര്യയാകാൻ കഴിയുന്നത് നിങ്ങളുടെ മകളുടെ പൂർവ്വജന്മ സുഹൃതം കൊണ്ടാ. തമ്പി സാറേ, പെൺകുട്ടിയെ അമ്മായി ഫോട്ടോയിൽ കണ്ടതേ ഉള്ളൂ. അതെ, നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ഉറപ്പിക്കാം. അല്ല, പെണ്ണിനെ കാണാൻ പയ്യൻ വന്നില്ലല്ലോ. അവനങ്ങ് അമേരിക്കയിലല്ലേ, പെൺകുട്ടിയെ ഞാൻ കണ്ടാ മതി. എന്നാലും നാളെ ഒരുമിച്ച് ജീവിക്കേണ്ടത് പെണ്ണും ചെറുക്കനും അല്ലേ? അതൊക്കെ ശരിയാ, പക്ഷെ എന്റെ മോൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലല്ല. ഞാൻ തീരുമാനിക്കുന്ന പെണ്ണിനെ അവൻ വിവാഹം കഴിക്കൂ. നിങ്ങൾ കുട്ടിയെ വരാൻ പറയൂ.
അത് നടപ്പില്ലെന്നാ പറഞ്ഞത്. തമ്പി സാറേ, നീ മിണ്ടാരി. ആദ്യം പയ്യൻ വന്ന പെണ്ണിനെ കാണട്ടെ, എന്നിട്ട് മതി അമ്മ കാണുന്നത് തീരുമാനിക്കുന്നത്. തമ്പി സാറേ, ദേവകുമാറിന് പെറ്റമ്മ ദൈവത്തെ പോലെ അത്രയ്ക്ക് അനുസരണയുള്ള പയ്യനാ. ഞങ്ങൾ അറിഞ്ഞത് അങ്ങനല്ലല്ലോ. അവൻ അവിടെ അഴിഞ്ഞാടി ജീവിക്കുന്നത് കൊണ്ടാ അമ്മ പെണ്ണ് കാണാൻ ഓടി നടക്കുന്നതെന്നാ. നിങ്ങൾ എന്റെ മോനെ കുറിച്ച് അനാവശ്യം പറയരുത്. അതെങ്ങനെ? അമ്മ അനുസരണയോടെ ജീവിച്ചവളാണെങ്കിലല്ലേ മകനും അനുസരണ ഉണ്ടാവും. തമ്പി, നിങ്ങൾ വെറുതെ ക്ഷോഭിക്കണ്ട. സ്വന്തം ആങ്ങളെ ധിക്കരിച്ച് തോന്നിയവന്റെ പുറകെ ഒളിച്ചോടിപ്പോവണല്ലേ നിങ്ങള്? ഞാനെങ്ങും ഒളിച്ചോടി പോയവളല്ല. എടോ തമ്പി, ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചു, അത് സത്യമാ. നിങ്ങളുടെ മകൻ അന്യനാട്ടിൽ എങ്ങനെയാണെന്ന് ആർക്കറിയാം? അയ്യോ തമ്പി സാറേ, ആരോ ഇല്ലാക്കഥകൾ പറഞ്ഞുണ്ടാക്കി വെറുതെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഒരു തെറ്റിദ്ധാരണയുമില്ല. ഞങ്ങൾക്ക് ഈ ബന്ധത്തിന് ഒട്ടും താല്പര്യമില്ല. ആര് പറഞ്ഞു? ഇനി നിങ്ങളുടെ മകളെ പൊന്നുകൊണ്ട് അഭിഷേകം നടത്തിയാലും എന്റെ മകന് വേണ്ട. അയ്യോ, എന്റെ 1 ലക്ഷം രൂപ മാരുതിക്കാരും പോയി. പുത്തമ്പണക്കാരിയുടെ ഒരു കേമ. നിർത്തി, ഇന്നത്തോടെ നിർത്തി. ഇനി പെണ്ണും വേണ്ട, പെടക്കോഴിയും വേണ്ട. അയ്യോ ആ തമ്പിയുടെ മുഖത്ത് ചെരിപ്പൂരി അടിച്ചിട്ട് വരേണ്ടതായിരുന്നു. അയ്യോ അമ്മായി, എനിക്ക് എന്ത് ക്ഷമിക്കാൻ? അമ്മായി. ആ തമ്പി ഭാര്യ പറഞ്ഞൊക്കെ കേട്ടു, ഞാൻ എല്ലാം കേട്ടു. കേൾപ്പിക്കാൻ വേണ്ടിയാണോ നീ എന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട് അയ്യോ, പോയത്? അവർക്ക് ഇങ്ങനെ ഒരു മനമാറ്റം ഉണ്ടാവും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അമ്മായി. അവര് പറഞ്ഞത് കേട്ടില്ലേ? ഞാനും എന്റെ മകനും അഴിഞ്ഞാടി നടക്കുന്നവരാണെന്ന്. അമ്മായി, ഈ ആലോചന തെറ്റിക്കാൻ ഏതോ എംബോക്കികൾ പാര വെച്ചതാ. ഇതാണ് പാര. ആര് പാര വെച്ചാലും കൂന്താലി വെച്ചാലും സംഗതി വഷളായില്ലേ? ഏതോ എംബോക്കികൾ വേണോന്ന് വെച്ച് കരുതി കൂട്ടി പാര പണിഞ്ഞാലും എന്നായാലും അവന് ഈ ത്രേസ്യയുടെ കൈ കിട്ടും. അതോടെ അവന്റെ കച്ചവടം തീരും. ഇത് ഈ ത്രേസ്യ പറയുന്ന അമ്മായി. ഇല്ല ത്രേസ്യ, എനിക്കിനി ഇങ്ങനെ മാനം കടാൻ വയ്യ. പെണ്ണ് കാണലും കല്യാണം ഉറപ്പിക്കലും ഒക്കെ ഇനി ദേവം വന്നതിന് ശേഷം മതി. ഹലോ, യാ ജസ്റ്റ് അറൈവ്ഡ്. നോ 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 ഡാഡിയാ, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഡോണ്ട് വറി, ബി ഹാപ്പി. കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? അതിനൊരു കാര്യമില്ല. കയറിക്കും. താൻ എന്റെ കൂടെ അമേരിക്കയിൽ നിന്ന് വരും ഇവിടെ പുറത്തിറങ്ങിയാലേ അത് അപകടാ. കയറിക്കും. എന്റെ ലഗേജ് ഒക്കെ എല്ലാം ഞാൻ ഭദ്രമായിട്ട് വീട്ടിൽ എത്തിച്ചേക്കാം. ദേവൻ എപ്പോഴാ വീട്ടിലേക്ക് വരുന്നത്? വരാം. അമ്മയൊന്ന് മുഖം കാണിച്ചിട്ട് ഞാൻ ഉടനെ വന്നേക്കാം. എപ്പോഴാ ഡൽഹിയിലേക്ക് പോകുന്നത്? 2 ദിവസത്തിനകം നമ്മൾ ഒരുമിച്ച് ആരും അറിയാതെ ഒരു രഹസ്യയാത്ര. ഓക്കെ ഓക്കെ. ബൈ. ഇനി അമ്മയെ കൂടി മാനേജ് ചെയ്യണം. ഇത് എക്സ് മിനിസ്റ്റർ മാധവന്റെ മകളാ മീര. ഇപ്പം മന്ത്രി അല്ലെങ്കിലും ഭരണകക്ഷിയുടെ പിണിയാളാ. പെൺകുട്ടി മോശമല്ല. ആ, ഇത് നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർ മാമംഗലത്തെ. ആ, ഇനി ഇഷ്ടപ്പെട്ട ഏതാന്ന് പറ, ഉടനെ നടത്താം. അല്ലമ്മേ, ഈ കേരളത്തിലെ ഒരാൾക്ക് എത്ര പെൺപിള്ളേരെ വരെ കല്യാണം കഴിക്കാം? എന്തിനാ? അല്ല, ഇതിപ്പോ എല്ലാം ഒന്നിനൊന്നും വെച്ചാ ഞാനിപ്പോ ആകെ കൺഫ്യൂസ്ഡാ. ഈ പെൺപിള്ളേരെ മുഴുവൻ കല്യാണം കഴിച്ചാലോ എന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. തമാശകളാ. എന്തേ? എന്റെ അമ്മയെ ഞാനിപ്പോ വന്നിരിക്കുന്നത് കല്യാണം കഴിക്കാനൊന്നും അല്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരത്തെ നീ ഇങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞത്. അത് പിന്നെ അമ്മ പോകുന്നതിന് ശേഷമാ എനിക്കൊരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നത്. എടാ, കല്യാണം എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ നടക്കേണ്ട കാര്യമാണ്. ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ടല്ലേ കല്യാണം കഴിക്കുന്നത്. അമ്മ വേറെ എന്തെങ്കിലും പറ. എനിക്കിപ്പോ നിന്നോട് പറയാൻ ഈ ഒരു കാര്യമേ ഉള്ളൂ. യോജിച്ച ഒരു ബന്ധത്തിന് വേണ്ടി ആരുടെ എല്ലാം പടിവാതിൽ കയറി ഇറങ്ങിയെന്ന് അറിയോ നിനക്ക്? അമ്മ ഇനിയിപ്പോ എന്തെല്ലാം കഥ പറഞ്ഞാലും ശരി, എനിക്കൊരു കല്യാണം കഴിക്കാൻ ഇപ്പൊ പറ്റില്ല. ദേവാ, പെറ്റ തള്ളയ്ക്ക് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്. ഒറ്റ വാക്കിന് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് അനുസരണമുള്ള മക്കളുടെ ലക്ഷണമല്ല. അമ്മയെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് തോന്നുമ്പോ ഞാനത് അമ്മയോട് അങ്ങോട്ട് പറയാം. ഇനി എന്നാത് ഷഷ്ടി പൂർത്തി കഴിഞ്ഞിട്ട് ദയവ് ചെയ്ത് അമ്മ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ്. ആ, സുധാകര മുതല് ഇപ്പൊ അറിയ ഇന്റർവ്യൂവിന്റെ വിശേഷങ്ങൾ. ആ. എന്തറിയാനാ, തോട്ടിപ്പണിക്ക് പോലും ബി എക്കാരും എം എക്കാരും തള്ളിക്കേറുന്ന കാല. എന്തായി മോനെ? 5 വേക്കൻസിക്ക് 5000 പേരുണ്ട്. ആ, നിയമനമൊക്കെ നേരത്തെ നടത്തി കാണും. പണം ഉണ്ടെങ്കിൽ ഇന്റർവ്യൂവിനൊന്നും പോകണ്ടച്ചാ, ഫോണിൽ കൂടെ അപ്പോയിന്റ്മെന്റ് നടക്കും. നമ്മുടെ തലയിലെഴുത്ത. പഠിക്കുന്ന കാലത്ത് ദേവനേക്കാൾ മുന്നിലായിരുന്നില്ല ഇവൻ.
ഇന്ന് ദേവൻ എവിടെ, സുധ എവിടെ? ആ അവൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ ഇത് കേട്ടില്ലേ? ഞാൻ ആരെയും കണ്ടില്ല. അമ്മായിയെ കാണാൻ പോയതോടുകൂടി എനിക്ക് തൃപ്തിയായി. ഇല്ല മോനെ, ശാരദയുടെ സ്വഭാവം വെച്ച് ദേവനെ അളക്കരുത്. ആ കൊച്ച സ്നേഹമുള്ളവനാ. ഓ, ഒരു സ്നേഹം. എന്നിട്ടാണോ ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാത്തത്? മൂർഖന്റെ മുട്ട വിരിഞ്ഞ മുയലിന്റെ കുഞ്ഞുണ്ടാവോ? അതേടാ, അവളെ വിലക്കെ കാണും അവനിങ്ങോട്ട് വരരുതെന്നു. എന്തിനാ ആവശ്യമില്ലാത്ത ഊഹാപോഹങ്ങളും ഉദാഹരണങ്ങളും ഒക്കെ? ദേവേട്ടൻ നമ്മളെ ഒന്നും മറക്കില്ല അച്ഛാ. എന്റെ മോള് സ്കൂളിൽ കൊണ്ടുപോണ ചോറ് അവന് കൊടുത്തിട്ട് പട്ടിണി ഇരുന്നവളാ. അവനത് മറക്കുവോ? എന്താടി എന്താ ചിരിക്കുന്നെ? ഒന്നുമില്ല അച്ഛാ.